ഹലോ, അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ. കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കയറി കാണണം. ഇപ്പോൾ ഒരു വെറൈറ്റി ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കയറി കാണണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, പിന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഇതൊക്കെ കൊണ്ട്, സ്നേഹമൊക്കെ കൊണ്ടാണ് നമ്മളിത് ഇപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനിയും തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോ ഇടണമെന്നുള്ള ഒരു ഇത് വരുന്നത് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഉണ്ടാകും. അല്ലെങ്കിൽ ഞാനിതൊക്കെ എമ്പണ്ടേ പടം മടക്കി വെച്ചിട്ട് പോയേനെ. പിന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് ഇനി വീഡിയോ ഇടാൻ കുറേ പേര് കാണാനുണ്ടല്ലോ, കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനിയും അടുത്തതിടാം. അപ്പോൾ ഇനി മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഇത് വരുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ്. അപ്പം ഇനി തുടർന്നും എല്ലാവരുടെയും സഹകരണം വേണം, സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഓക്കെ, താങ്ക് യു ഇപ്പോൾ പറയണോ? വേണ്ടല്ലേ, താങ്ക് യു പിന്നെ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇവിടെ നല്ല മഴക്കാറുണ്ട്. മഴ ചാറുന്നുണ്ട്, നല്ല മഴയുണ്ട്. ഞാനൊന്ന് കാണിക്കാം, ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു 4 മുട്ട എടുത്ത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ബോയിൽ ചെയ്താൽ അത് പിന്നെ തണുത്ത വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ നന്നായിട്ടത് അതിൻ്റെ ഷെല്ല് നന്നായിട്ട് അത് ഇങ്ങനെ പൊട്ടിപ്പോകാതെ നന്നായിട്ട് കിട്ടും. അപ്പം ഞാനൊരു പാനുമൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള അരിഞ്ഞെടുക്കണം, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ കാണിക്കാമേ. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയാമോ? പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഞാൻ കാണിക്കാമേ. പെട്ടെന്ന് കാണാവോ? പഫ് പേസ്ട്രി ഉണ്ട്, കണ്ടോ. നമ്മളിന്ന് പപ്സ് ഉണ്ടാക്കാൻ പോവാം, മുട്ട പപ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള ഈ മസാല ഉണ്ടാക്കണം. ആ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാമേ. മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, മസാല ഉണ്ടാക്കുന്ന കാണിക്കാം. അപ്പം മുട്ടയൊക്കെ നന്നായിട്ട് ബോയിൽ ആവട്ടെ, ഒരു 10 മിനിറ്റ് അതങ്ങനെ തിളയ്ക്കട്ടെ. പിന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ പേസ്റ്റൊക്കെ മേടിച്ച് നിങ്ങൾക്ക് പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? കെറ്റിൽ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ?
നിങ്ങളൊക്കെ ഇതുപോലെ ഈ പേസ്ട്രി മേടിച്ചിട്ട് മുട്ട പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റേ മുട്ടയല്ലാത്ത മറ്റേ എന്താ മീറ്റ് പപ്സ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? സവാള എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മസാല മതിയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ 8 പപ്സ് അതിനുള്ള പേസ്ട്രിയേ ഉള്ളൂ. ആ ഒരു പേസ്ട്രി മേടിച്ചിട്ട് അത് 8 പപ്സ് ഉണ്ടാക്കാനുള്ള പേസ്ട്രി ഉണ്ട്. അപ്പോൾ അത് അതിന് അധികം ഇത് വേണ്ടല്ലോ മസാല. എടുത്തേക്കാം. മസാല ബാക്കി വന്നാലും കുഴപ്പമില്ലല്ലോ, മാറ്റിച്ച് വേറെ എന്തിനേലും എടുക്കാം കൂടുതലാണെങ്കിൽ അല്ലേ. നമ്മൾ കൂടുതലാണെങ്കിൽ ഇതങ്ങോട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വയ്ക്കും, എന്നിട്ട് വേറെ എന്തെങ്കിലും എടുക്കാം. കുറവായല്ലേ പ്രശ്നം അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ ഈ കട്ട് ചെയ്യുന്നതെല്ലാം കാണിച്ചും പിടിച്ചത്. ഓക്കെ, ഇനി അതുപോലെ ഇഞ്ചി ഇതെല്ലാം ഒന്ന് ഞാൻ ഒരു ചായയും കൂടെ എടുക്കട്ടെ. എപ്പോൾ ചായ കിട്ടിയാലും എനിക്ക് ആഹാരം കിട്ടിയില്ലെങ്കിലും അത് ചായയാണ് എനിക്ക് വേണ്ടത്. വെട്ടക്കുറവുണ്ടോ? വെട്ടക്കുറവ് എനിക്ക് മഴക്കാറ് കാരണം വെട്ടം കുറവുണ്ട്. അല്ല, മൂടി കിടക്കുക മഴക്കാറ്. വെളുത്തുള്ളി കുനുകുനാന്ന് ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു. വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാനിടുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇഞ്ചി കുനുകുനാന്നരിഞ്ഞു. ഓക്കെ, ഇനി എന്താണ്, ഒരു പച്ചമുളകും കൂടി ഇടാവേ. ഒരു ചെറിയ പച്ചമുളക് ഇടാം. അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതിയേ. കറിവേപ്പില ഉണ്ടോ? കറിവേപ്പില ഇട്ടില്ല കുഴപ്പമില്ല, പക്ഷെ കറിവേപ്പില ഇല്ല. ഉണങ്ങിയ കറിവേപ്പിലയുണ്ട്, അത് ഇടണ്ടല്ലേ. അപ്പം കറിവേപ്പില വേണ്ട. നമുക്ക് പാനൊക്കെ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്, പാനൊന്ന് ചൂടാക്കിയേക്കാം.
അപ്പോൾ പെട്ടെന്നൊരു ചായ, ഒരു ഇംഗ്ലീഷ് ചായ. ഇനി എന്താണ്, ഓയിൽ ഒഴിക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെന്താണ് മല്ലിപ്പൊടി, എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും കൂടെ അങ്ങ് അരിഞ്ഞേക്കാം അല്ലേ. ഇനി അതായിട്ട് അവിടെ ഇരുന്ന് ഞാനിതൊക്കെ കാണിക്കുന്നതുകൊണ്ട് ആർക്കും ദേഷ്യം തോന്നരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടുവാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള പാനിലേക്ക് ഇടുവാണ്. പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ശൂന്നൊരു ഒച്ച കേൾക്കാം അല്ലേ. കണ്ട, കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം ഞാനങ്ങ് പാനിലേക്ക് ഇട്ടു. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി കുറച്ച് ഉപ്പിടാം. എന്തിനാ? മസാല അതിലൊക്കെ ഒന്ന് പിടിക്കാനും സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനും. ഓക്കെ, കുറച്ച് ഉപ്പിട്ടു. ഞാൻ സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടട്ടെ. നമ്മുടെ മുട്ടയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ വന്നത്, ഇത് ഓഫ് ചെയ്തേക്കാം. മുട്ട ഓഫ് ചെയ്തു. ഓക്കെ, പിന്നെ ഞാൻ ഉപ്പ് പാത്രം എടുത്ത് ക്യാമറയുടെ മുന്നിലേക്ക് വെച്ചത്. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴന്ന് കണ്ട വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി. നമ്മൾ കോട്ടയംകാരുടെ ഭാഷ സ്ലാങ് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? ദേഷ്യം വരുന്നുണ്ടോ? നമ്മൾ കോട്ടയംകാർ ഇങ്ങനെയാണ്. അപ്പം ഇച്ചിരി അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇച്ചിരി മസാല ഇടാം. മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു,
ഇച്ചിരി ഗരം മസാല ഇടാം. ഇച്ചിരി ഗരം മസാല, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി. അപ്പോൾ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറട്ടെ. തീയൊക്കെ ഞാൻ കുറച്ച് വെച്ച് ഓക്കെ. ഇനി തീ ഓഫ് ചെയ്തേക്കാം. കണ്ടോ? ഇനി നമുക്ക് ഞാനിതെല്ലാം കട്ട് ചെയ്തെല്ലാം വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ മുട്ടയൊക്കെ ഒന്ന് അതിൻ്റെ ഷെല്ല് കളഞ്ഞെടുക്കണം. ഓക്കെ, എന്നിട്ട് വരാവേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി കുരുമുളകും കൂടി ഇട്ടായിരുന്നു കേട്ടോ. കുരുമുളക് പൊടി ഇട്ടായിരുന്നേ, അത് കാണിക്കാൻ മറന്നുപോയി, ഓർത്തില്ല ഞാൻ എപ്പോഴാണ് ഇട്ടത്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഞാൻ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്, ഒരു 10 മിനിറ്റ്സ്. ഓക്കെ, ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം, അതൊന്ന് ചൂടായി വരട്ടെ ഓവൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മേളിലത്തെ ഇതിൽ വയ്ക്കാം. ഓക്കെ, അപ്പം ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കണ്ട, ഇതൊരു 10 മിനിറ്റ്സ് കഴിയുമ്പം ഓവൻ ചൂടാകും. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്സ് എല്ലാം റെഡിയാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, കണ്ടോ? അപ്പോൾ അടുത്ത ഷീറ്റ് നമ്മളിങ്ങോട്ട് എടുക്കുക. കണ്ടോ പേസ്ട്രി? നമ്മൾ ഇതിങ്ങനെ ഇങ്ങോട്ട് വയ്ക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഒരു മുട്ട എടുത്ത് ഇങ്ങനെ വയ്ക്കുക. അതിലേക്ക് കുറച്ച് മസാല, ഉണ്ടോ? എന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഞാനീ കാണിക്കുന്നത് എന്താണെന്ന്? ഇത് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇപ്പോൾ 3 എണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ച്. ഇനി അടുത്ത ഷീറ്റ് എടുക്കുക.
കണ്ടോ? ഇപ്പം നല്ലതായിട്ട് കാണാമായിരുന്നു. ഇനി ഈ മുട്ട ഇങ്ങനെ എടുത്ത് വയ്ക്കുക. കണ്ടോ? കുറച്ച് മസാല ഇടാം. ഇനി അത് ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. കണ്ടോ? 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 അടുത്ത ഷീറ്റ് എടുക്കുക. മുട്ട കമത്തി വയ്ക്കുക. കുറച്ച് മസാലയിലേക്ക് ഇടുക. ഇപ്പം മുട്ട പപ്സ് ഉണ്ടാക്കാൻ എല്ലാവരും പഠിച്ചല്ലോ. എല്ലാവർക്കും അറിയാമല്ലേ? അറിയാമല്ലോ എല്ലാവർക്കും. ഓവനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എളുപ്പമാണ്. ഈ പേസ്ട്രി മേടിച്ചിട്ട് ഫ്രോസണും കിട്ടും, ഫ്രഷും കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ നല്ല ഫ്രഷ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫ്രോസൺ ആണെങ്കിൽ മേടിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളപ്പം എടുത്തുണ്ടാക്കാം. പിന്നെ ഫ്രോസൺ ആകുമ്പം വിലക്കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ മുട്ട ഇങ്ങനെ വെച്ചിട്ട് മസാല ഇടുക. ഞാനിതെല്ലാം ഉണ്ടാക്കുന്നത് കാണിക്കുക. നിങ്ങളെന്നെ വഴക്ക് പറയല്ലേ. ഇതെന്തിനാ ഫുൾ വീഡിയോ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുന്നത് കാണിച്ചാൽ പോരേന്ന്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമ്മുടെ പപ്സ് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ചിലതിനൊന്നും വലിയ ഷേപ്പേ ഇല്ല കേട്ടോ. അപ്പോൾ കണ്ട നമ്മുടെ ഓവനൊക്കെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനിയും ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓവൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പപ്സ് ഇട്ടാലോ? അപ്പോൾ നമ്മുടെ ഓവനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ടോ? ഞാൻ ഈ മേളിലത്തെ ഇതാണ് ഓൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. താഴെ വല്ലതും വെക്കാനുണ്ടെങ്കിൽ താഴത്തതും കൂടെ രണ്ടും കൂടെ ഓണാവും. എന്നിട്ട് നമ്മൾ പപ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ അടയ്ക്കാം. ഓക്കെ, ഉണ്ടോ? ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായിന്ന്. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓവനൊന്ന് തുറന്ന് നോക്കിയാലോ? നമ്മുടെ പപ്സ് എവിടം വരെ ആയി എന്ന് നോക്കാം. വെട്ടം കാണത്തില്ലേ അതിൻ്റെ അകത്തെ ലൈറ്റ് കാരണം. അതേ കണ്ടോ?
റെഡിയായി, സൂപ്പറായിട്ടിരിക്കുന്നു. കണ്ടോ? ഇനി ഞാൻ പുറത്തെടുത്ത് കാണിക്കാമേ. കണ്ടോ? സൂപ്പറല്ലേ? ഇനി ഞാൻ പുറത്തെടുത്തിട്ട് കാണിക്കാം. ഓക്കെ, ഓവനൊക്കെ ഓഫ് ചെയ്തിട്ട് എടുക്കട്ടെ. വാവ്, അടിപൊളി. കണ്ട, അങ്ങനെ നമ്മുടെ മുട്ട പപ്സ് റെഡിയായി. ഓ സോറി. കണ്ട, എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കണ്ട, ഓക്കേ. അപ്പോൾ നമ്മുടെ ഓവനൊക്കെ ഓഫ് ചെയ്തു, നമ്മുടെ മുട്ട പപ്സ് പുറത്തെടുത്തു. കാണിക്കാവേ. കണ്ട, എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ ബലം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.